നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ഹരേ ശ്രീ ഗണപതേ അവിഘ്നമസ്തു. ശൂർപ്പണഖ വിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനും മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ. സത്യം ചൊല്ലുന്ന നേരം അവള് മുര ചെയ്താൾ. എത്രയും ഉടൻ ഭവാൻ പ്രമത്തൻ ബാനസക്തൻ ശ്രീജിതൻ അതീഷടനെന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ട് ചൊല്ലുന്നു നിന്നെ വൃത ചാരചക്ഷുസും വിചാരവുമില്ലേതും നിത്യം. നാരീ സേവയും ചെയ്ത് കിടന്നീടല്ലായ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും പ്രഹരാർത്ഥേന. രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൾ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരീ ചെന്നാളത് കേട്ടു രാവണനോടു യാതുദാനാധിപതേ, കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കിൽ നിന്നാനന്ദം പൂണ്ടുതാനേ സഞ്ചരിച്ചിടും കാലം. കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പൂക്കേൻ. സാനന്ദം പഞ്ചവഴി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കിൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടീന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരീകളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗമാനുഷേ നാരീമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണീ മാതാവിന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ. കാണുമ്പോൾ അങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം. വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ ത്വൽപത്നിയാക്കിയിടുവാൻ തക്കവളെന്നു കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജനാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ.